കോഴിക്കോട് ഒരു ലോഡ്ജിൽ ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നു. കുറേ ദിവസമായി അവരവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട്. കൂടെ മറ്റൊരു പുരുഷനും ഉണ്ടായിരുന്നു. അവർ കൊടുത്തിരിക്കുന്ന അഡ്രസ് അനുസരിച്ച് ഫസീല എന്നാണ് അവരുടെ പേര്. അവരുടെ മരണത്തിന് ശേഷം കൂടെ ഉണ്ടായിരുന്ന പുരുഷനെ കാണാനില്ല. ലോഡ്ജിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് അബ്ദുൾ സനൂഫ് എന്നാണ്. പക്ഷേ മൊബൈൽ നമ്പർ കൊടുത്തിരിക്കുന്നത് മറ്റാരുടെയാണ്, ഇയാളുടെ നമ്പരല്ല. കൊടുത്തിരിക്കുന്ന അഡ്രസ്സും തെറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വ്യാജ അഡ്രസ്സും വ്യാജ ഫോൺ നമ്പരുമാണ് ലോഡ്ജിൽ കൊടുക്കുന്നത്. സാധാരണഗതിയിൽ നമ്മളൊരു ലോഡ്ജിൽ ചെന്നാൽ അഡ്രസ്സ് എഴുതാൻ പറയും, നമ്മുടെ മൊബൈൽ നമ്പർ വെക്കണം. ചിലപ്പോൾ ചില ലോഡ്ജുകൾ ആധാർ കാർഡ് വേണമെന്ന് പറയും. ഇവിടെ അഡ്രസ്സും മൊബൈൽ നമ്പറും മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ആ സ്ത്രീയുടെ പേര് ഫസീല എന്നാണ്. അത് ചിലപ്പം ശരിയാകാനുള്ള സാധ്യത കൂടുതലാണ്. വന്നയാൾ അബ്ദുൾ സനൂഫ് എന്ന് പറഞ്ഞ ആൾ അയാളുടെ മൊബൈൽ നമ്പറിൽ വിളിച്ചപ്പം അത് മറ്റാരുടെയോ നമ്പരാണ്. ഇയാൾ വന്ന കാറ് പോലീസ് ആ ലോഡ്ജിൽ ഇവർ രണ്ടുപേരും വന്ന കാറ് ശ്രദ്ധിച്ചു. ആ കാർ ഇപ്പോൾ അവിടെ ഇല്ല. ആ കാറിൻ്റെ ലൊക്കേഷൻ അന്വേഷിച്ച് നോക്കിയപ്പം അത് പാലക്കാട്ട് ചക്കാന്തറയിൽ ആ കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടപ്പുണ്ട്. ഡ്രൈവറില്ല, അല്ലെങ്കിൽ അബ്ദുൾ സനീഫില്ല. പോലീസ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവർ മരിച്ചതിനെ പറ്റി കൃത്യത വരുള്ളൂ. ഒരു കൊലപാതകം ആകാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അതുകൊണ്ടായിരിക്കണം അയാൾ അവിടെ നിന്ന് മുങ്ങിയത്. അയാൾ കാറിലാണ് വന്നത്, കാറിൽ തന്നെ മടങ്ങി. കാറിപ്പം പാലക്കാട്ടാണ് കിടക്കുന്നത്. ഏതായാലും അബ്ദുൾ സനൂഫ് എന്ന വ്യക്തിയെ പോലീസിന് ഇനി ഐഡൻറ്റിഫൈ ചെയ്യണം. ഇവരെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞെങ്കിൽ മാത്രമേ മരണകാരണം എങ്ങനെയാണ്, ഇവരുടെ കുടുംബം എവിടെയാണ്, ഇവരുടെ വീട്ടുകാരെവിടെയാണ്, ഇവർ എന്ത് ജോലി ചെയ്യുന്ന സ്ത്രീയാണ്, ഇവരെങ്ങനെയാണ് ഇയാളുമായിട്ട് അബ്ദുൾ സനൂഫ് എന്ന് പറഞ്ഞ ആളുമായിട്ട് വ്യക്തിബന്ധം പുലർത്തിയത്, അബ്ദുൾ സനൂഫ് എന്ന് പറയുന്ന ആളുടെ പേര് യഥാർത്ഥമാണോ, അയാളുടെ ജോലി എന്ത്, അയാൾ എന്തുകൊണ്ട് മറ്റൊരാളുടെ ഫോൺ നമ്പർ കൊടുത്തു, ആ നമ്പറിൽ കൂടെ ഇയാളെ ട്രാക്ക് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. രണ്ടാമത്, ആ ഹോട്ടലിലെ അല്ലെങ്കിൽ ആ ലോഡ്ജിലെ CCTV ദൃശ്യത്തിനകത്ത് ഇയാളുടെ ഫോട്ടോ പതിഞ്ഞിട്ടുണ്ടോ, ഇവർ വരുന്നതും പോകുന്നതും പതിഞ്ഞിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോലീസ് പ്രവേശിക്കും. ഏതായാലും കേരളത്തിൽ പല സ്ഥലങ്ങളിൽ ഇതുപോലെ അവിശുദ്ധമായ ബന്ധങ്ങൾ ഉണ്ടാവുകയും അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വരികയും ലിവിങ് ടുഗദറായിട്ട് പലരും നടക്കുകയും അതിൽ ഒരു പാർട്ട്ണറെ മറ്റൊരാൾ കൊന്നിട്ട് പോവുകയും ചെയ്യുന്ന സംഭവങ്ങൾ സർവ്വസാധാരണമായി കേരളത്തിൽ. ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഇതൊക്കെ. കഴിഞ്ഞ ദിവസം JC എബ്രാഹത്തിനെ നമുക്കറിയാം, എറണാകുളത്ത് ഒരു ഫ്ലാറ്റിൽ സ്വന്തം ഫ്ലാറ്റിൽ അവരെ കൊലപ്പെടുത്തിയത് നമ്മൾ കണ്ടു. അവരും ഭർത്താവുമായിട്ട് പിണങ്ങി ഒറ്റയ്ക്ക് ആ ഫ്ലാറ്റിൽ താമസിച്ച സ്ത്രീയാണ്. അവരുടെ മകള് കാനഡയിലുള്ള അമ്മയെ വിളിച്ച് കിട്ടാത്തതുകൊണ്ടാണ് ഇവർ കൊല ചെയ്യപ്പെട്ട് അല്ലെങ്കിൽ ഇവർ മരിച്ചു കിടക്കുന്ന വിവരം പോലീസിന് അറിയാൻ സാധിച്ചത്. എന്തായാലും പോലീസ് അത് വിദഗ്ധമായി കൈകാര്യം ചെയ്ത് അവരുടെ വീട്ടിൽ വന്നുപോയ ആളെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞ ദിവസം അയാളെ അറസ്റ്റ് ചെയ്തു. അതുപോലെയുള്ള ഒരു സംഭവം തന്നെയാണ് ഇവിടെ നിന്നുണ്ടായിരിക്കുന്നത്. സ്ത്രീയുടെ കൂടെ ഉണ്ടായിരുന്ന പുരുഷൻ ആര്, ഇവർ തമ്മിലുള്ള ബന്ധം എന്തുകൊണ്ടാണ് ഇവരവിടെ വന്ന് താമസിക്കാൻ കാരണം, ഇയാൾ ഉപേക്ഷിക്കപ്പെട്ട കാർ ഇയാളുടെ ആണോ, അതെങ്ങനെ, ആരുടെ കാറാണ്. ഏതായാലും ആ രീതിയിലുള്ള അന്വേഷണം മുന്നോട്ട് പോകുമ്പം ഈ കൊലപാതകം, ഈ പുരുഷൻ ആരാണ്, അയാളുടെ ലൊക്കേഷൻ എവിടാണ്, എന്താണെന്ന് പോലീസിന് ഏകദേശം ഐഡിയ കിട്ടും. ഈ സ്ത്രീ ആരാണെന്നും അവരെവിടുത്തുകാരിയാണെന്നുള്ള വിവരങ്ങളും ഇനി പോലീസ് കണ്ടെടുക്കേണ്ടതുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു.